നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ എങ്ങാനും കിട്ടാതെ പോയി കഴിഞ്ഞാലും ഇങ്ങനൊരു അഡ്മിഷൻ വേണം എന്നുള്ളവരും ഇപ്പോൾ KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും അതിനാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ, അതിന് വേണ്ടിയിട്ട് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, KEക്ക് ഏതൊക്കെയാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അതെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഒരു പ്ലാൻ ബിയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഇതിന് ചെയ്യണം, ഇന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ കുട്ടിയോട് പിടിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഏകദേശം ഇത്രേ കിട്ടുള്ളൂ, ഇത് ചെയ്യണം എന്നൊരിക്കലും പറയാനാവില്ല. ഏത് റേഞ്ച് നിൽക്കുന്ന കുട്ടിയാണെങ്കിലും ഈ ഓപ്ഷൻസ് എടുത്തു വെക്കുന്നത് 100% നല്ലതാണ്. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും അധികം അക്കാഡമിക് വൈസ് നല്ല ഡെപ്തിൽ നമുക്ക് MBBS എടുക്കാൻ സാധിക്കുന്ന കോളേജുകളുടെ ആ നിലവാരം അത്രയുണ്ട്. അപ്പം അങ്ങനെ ആ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ചും കാത്തലിക് വിഭാഗത്തിന് പ്രത്യേകിച്ചും ഏതാണ്ട് അവർക്ക് മാത്രമായിട്ട് 60ഓളം സീറ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ ഈ റേഞ്ചിൽ നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റേഞ്ചിലേ നമ്മൾ വിടുന്നുള്ളൂ, ഈ റേഞ്ചിൽ ഗവൺമെൻറ് മേഖലയിൽ നമ്മൾ വിടുന്നുള്ളൂ എങ്കിൽ ഇപ്പം കർണാടകത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുകയേ ചെയ്യേണ്ട. അപ്പം നമുക്ക് നമ്മുടെ 35, 40, 45 വയസ്സുകളിൽ ഏറ്റവും ഉയർന്ന ശമ്പളത്തോടു കൂടി ഏറ്റവും നല്ല ഒരു ഹൈ ലെവലിൽ ജീവിക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് BSc നേഴ്സിംഗ്. അതിന് കിട്ടുന്ന ഒരു അവസരം നമ്മൾ ഒരു കാരണവശാലും കളഞ്ഞു കുളിക്കരുത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 78ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ, നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി അവരുടെ മുൻപിലുള്ളത്, അല്ലേ? കാരണം അവർ ഏറ്റവും എടുക്കുന്ന ഒരു എഫേർട്ടിൻ്റെ ഒരു അവസാനത്തെ ഒരു റിവിഷൻ്റെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. എനിക്കൊന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഏറ്റവും അധികം സ്ട്രെങ്തൻ ആവേണ്ട, പവർ എടുക്കേണ്ട ഒരു സമയമാണ് അവരുടെ ഇത്. കാരണം മെയ് 5-ാം തീയതി നമുക്ക് നീറ്റ് പോലുള്ളൊരു എക്സാമിന് ഫുൾ പവറിൽ നമുക്കത് എഴുതേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നൊരു സമയമാണ് ഈ സമയത്ത്. അപ്പോൾ ശിവൻ സാർ പറഞ്ഞ പോലെ തന്നെ മെൻ്റലി ഫിസിക്കലി ഒക്കെ കുട്ടികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായി വേണ്ടത് കുറച്ച് അറിവുകളാണ്, അതായത് കുറച്ച് ബിഹൈൻഡ് ദ വർക്ക്സ് ഉണ്ട്. തീർച്ചയായിട്ടും രക്ഷിതാക്കളെ സംബന്ധിച്ചോളം അവരുടെ കുറേ ബാക്കപ്പ് ഓപ്ഷൻസ് റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാർ, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു സമയമായി, പ്രത്യേകിച്ച് കർണാടക ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നമ്മുടെ മാതാപിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട? തീർച്ചയായിട്ടും, കാരണം നമ്മളിത് നേരത്തെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറയുന്നത്, സാധാരണ രക്ഷിതാക്കളെല്ലാം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നതും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്യൂരിയോസിറ്റി കൂടുന്നതും അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്നതും ഒക്കെ എപ്പോഴായിരിക്കും? റിസൾട്ട് വന്നതിന് ശേഷം. കാരണം ഇപ്പം ഒരു കുട്ടിയുടെ ഇപ്പോൾ ഉള്ള മാർക്ക് അനുസരിച്ച് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാനാവില്ല എന്തായിരിക്കും നീറ്റ് റിസൾട്ട്, നീറ്റിന് എത്രത്തോളം പെർഫോം ചെയ്യും. ഇപ്പം 500 കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിന് സെൽഫ് ഫിനാൻസിങ്ങേ കിട്ടുള്ളൂ, അങ്ങനെയാണ് ഇവിടെ നിർബന്ധമായിട്ട് ചെയ്യണം, അങ്ങനെ ഒരിക്കലും കരുതാനാവില്ല. കാരണം ഇപ്പം 500 കിട്ടിയ കുട്ടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ സേഫ് സോണിലാണ്. അദ്ദേഹത്തിന് അത് 600-ലോട്ടോ 650-ലോട്ടോ മാറ്റാൻ സമയമുണ്ട്. ഈവൻ 400 കിട്ടുന്ന കുട്ടി തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ല സാഹചര്യം ഇനിയുണ്ട്. കാരണം ഇനിയാണ് പരീക്ഷ. ആ കുട്ടി 300, 400 കിട്ടുന്ന കുട്ടി കൃത്യമായ ടൈം ടേബിളുകളിലൂടെ NCERT-യിലൂടെ സഞ്ചരിച്ചാൽ 100% അയാൾക്ക് 620-ലോട്ടോ 640-ലോട്ടോ എത്താൻ പറ്റും. കാരണം അത് ആ ഒരു ടൈമാണിത്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ അഡ്മിഷനെക്കുറിച്ച് യാതൊരുവിധ ചിന്തയും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അറിയാൻ നിവൃത്തിയില്ലാത്തൊരു സമയത്താണ് നാം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുന്നതെന്നുള്ളതാണ് നമുക്ക് നീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. ഇപ്പോൾ കർണാടകത്തിന് മെഡിക്കൽ വിളിച്ചു, അല്ലെങ്കിൽ ഇനി തമിഴ്നാട് വിളിക്കും, കേരള വിളിക്കും, വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ വിളിക്കുമ്പം ഇത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടയോ, അല്ലെങ്കിൽ ഇനി എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻ വിളിക്കും, B.Pharm-ൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും, ഐസർ, റിസർച്ച്, CUET ആപ്ലിക്കേഷനുകളെല്ലാം ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ മാസങ്ങളിൽ നടക്കും. ഇതിലെവിടെയൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചുള്ള ഒരു സംശയം തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 4-5 ഓപ്ഷൻസ് എടുത്തു വെക്കണം. തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം മെയ് 5-ാം തീയതി ഏറ്റവും നല്ലൊരു പെർഫോമൻസിന് ശേഷം ഇനി നമുക്ക് എന്താണ്, അപ്പോൾ നമുക്കൊരു റിയൽ ഫാക്റ്റായി. കാരണം മെയ് 5-ാം തീയതി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ അറിയാം? മെയ് 5-ാം തീയതി നമുക്കിത് ഓഫ്ലൈൻ എക്സാമാണ്, എങ്ങനെ നമുക്കറിയാൻ സാധിക്കുന്നത്? മെയ് 5-ാം തീയതി തന്നെ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ എക്സാക്ട്ലി നമ്മുടെ ഫാക്കൽറ്റി തയ്യാറാക്കിയിട്ട് നമ്മളത് വെബ്സൈറ്റിൽ കൊടുക്കുകയും നമ്മുടെ തന്നെ എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുകയും അവരെ കൊണ്ട് മാർക്ക് ആഡ് ചെയ്ത് നോക്കിയിട്ട് മാർക്കിനെ കുറിച്ചുള്ളൊരു കറക്റ്റ് പിക്ചർ എന്തായിരിക്കും ഈ വർഷത്തെ അഡ്മിഷൻ സാധ്യത എന്നൊക്കെ ഉള്ളത് നമുക്ക് മെയ് 5-ാം തീയതി 6-ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. അതിനുശേഷം
നമ്മൾ അയച്ചിരിക്കുന്ന ആപ്ലിക്കേഷനും കൂടെ ഒന്ന് കൂട്ടിക്കലർത്തി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ കുട്ടി ഏറ്റവും നല്ലൊരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല റിസർവേഷൻ്റെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഇതിന് ചെയ്യണം, ഇന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ കുട്ടിയോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഏകദേശം ഇത്രേ കിട്ടുള്ളൂ, ഇത് ചെയ്യണം എന്നൊരിക്കലും പറയാനാവില്ല. ഏത് റേഞ്ച് നിൽക്കുന്ന കുട്ടിയാണെങ്കിലും ഈ ഓപ്ഷൻസ് എടുത്തു വെക്കുന്നത് 100% നല്ലതാണ്. സർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർണാടകത്തിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ എത്രത്തോളം കരുതലോടെ മാതാപിതാക്കൾ ഇപ്പോൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും, കാരണം അത് തന്നെയാണ് നമ്മൾ പ്രസക്തി എന്ന് പറഞ്ഞത് തന്നെ. ഏതൊരു റേഞ്ച് നിൽക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആ പേരൻസിനെ സംബന്ധിച്ചോളം ഞാൻ ഈ ഒരു കർണാടക മെഡിക്കൽ ആപ്ലിക്കേഷൻ വന്നുള്ള എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്. കർണാടകത്തിൽ നമുക്ക് അറിയാം, നമുക്കവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കർണാടകത്തിലുണ്ട്. ഏതാണ്ട് അത്രയും തന്നെ സെൽഫ് ഫിനാൻസിങ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കർണാടകത്തിലുണ്ട്. 12ഓളം ഡീംഡ് മെഡിക്കൽ കോളേജുകൾ കർണാടകത്തിലുണ്ട്. ഈ കോളേജുകളിലോട്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പ്രവേശനം നേടുന്ന രീതി നമുക്കൊന്ന് നോക്കിയാൽ ഇതിന് ഉത്തരവാകും. ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം കേരളൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് മാത്രമേ നമുക്ക് കർണാടകത്തിൽ കിട്ടുകയുള്ളൂ. കർണാടകത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ കേരളീയർക്കായിട്ടുള്ളത് ഓൾ ഇന്ത്യ കോട്ട സീറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കഴിഞ്ഞ തവണ എത്ര മാർക്ക് വരെയുള്ളവർക്കാണ് ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് കിട്ടിയത്? 610 മാർക്ക് വരെ, ഏതാണ്ട് 23,000 24,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്കാണ് ജനറൽ വിഭാഗത്തിലെ OBC വിഭാഗത്തിലെ EWS വിഭാഗത്തിലൊക്കെ കർണാടകത്തിൻ്റെ ഗവൺമെൻറ് കോളേജിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് അഡ്മിഷൻ കിട്ടിയത്. SC/ST വിഭാഗമൊക്കെ ആകുമ്പോഴേക്കും അത് 480 മാർക്ക് അല്ലെ 500 മാർക്കിനടുത്ത് SC/ST വിഭാഗത്തിനും പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കർണാടകത്തിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഈ ഒരു റേഞ്ച് ഉള്ളവരാണ് കിട്ടുന്നത്. അപ്പം ഇവരിപ്പോൾ കർണാടക മെഡിക്കലിന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അത് ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ്. നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴി വെറുതെ പ്രിഫറൻസ് ഓർഡർ കൊടുത്താൽ മതി. കേരളത്തിലെയോ കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ ഗവൺമെൻറ് കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ ഈ റേഞ്ചിൽ നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റേഞ്ചിലേ നമ്മൾ വിടുന്നുള്ളൂ, ഈ റേഞ്ചിൽ ഗവൺമെൻറ് മേഖലയിൽ നമ്മൾ വിടുന്നുള്ളൂ എങ്കിൽ ഇപ്പം കർണാടകത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുകയേ ചെയ്യേണ്ട. ഇനി കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളൂ, ഇപ്പോൾ നമ്മൾ കേരളീയരെന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ +1 +2 പഠിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്ന കർണാടകക്കാർക്ക് അവരുടെ ഏറ്റവും പ്രധാന ആപ്ലിക്കേഷനാണ്. നമ്മളെ കീം പോലെ തന്നെ അവിടുത്തെ എൻജിനീയറിങ്ങിൻ്റെയും അഗ്രികൾച്ചർ, വെറ്റിനറി, B.Pharm, നേഴ്സിംഗ് അങ്ങനെയുള്ള എല്ലാ അഡ്മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് കർണാടകക്കാർക്ക് ഈ ഫെബ്രുവരി 10 കർണാടകയുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അവർക്ക് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഒക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്തേ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് പറ്റുന്ന മറ്റൊരു മേഖല ഏതാണ്? നമ്മൾ പറഞ്ഞു 24ഓളം സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കർണാടകത്തിലുണ്ട്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളൊരു കുട്ടിക്ക് ആ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 1.25 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. എന്നാൽ കർണാടകത്തിന് പുറത്തുള്ളൊരു കുട്ടിക്ക്, ഒരു കേരളീയനായിട്ടുള്ളൊരു കുട്ടിക്ക് കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 10 ലക്ഷത്തിന് മുകളിൽ ഏതാണ്ട് 11 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ തവണ ഏത് മാർക്ക് വരെയുള്ളവർക്കാണ് കിട്ടിയത്? ഏതാണ്ട് 480 470 മാർക്ക് വരെയുള്ളവർക്കാണ് 3ാം ഘട്ടത്തിലെങ്കിലും കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയത്. കഴിഞ്ഞ വർഷം എന്തായിരുന്നു അവസ്ഥ? നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഈ കർണാടകയുടെ ആപ്ലിക്കേഷൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. കർണാടകത്തിൽ ഈ 10 ലക്ഷത്തിന് അടുത്തുള്ളൊരു സീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിർബന്ധമായിട്ടും ചെയ്യണം. ധാരാളം മെഡിക്കൽ കോളേജുണ്ട്. മലയാളികൾ ഏതാണ്ട് 700 സീറ്റാണ് ഈ ഒരു ക്രമത്തിലുള്ളത്. 10 ലക്ഷം 11 ലക്ഷം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് കർണാടകത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന 700-നടുത്ത് സീറ്റുകളിൽ നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. കാരണം നമ്മുടെ ഫീസ് സ്ട്രക്ചർ കഴിഞ്ഞാൽ ഇവിടെ 7.5 ലക്ഷം അല്ലേ, 7.5. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫീസ് കുറഞ്ഞ് പഠിക്കാൻ സാധിക്കുന്നത് കർണാടകത്തിലാണ്. അവിടെ ഈ 700 സീറ്റുകളിലോട്ട് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമായതുകൊണ്ട് നമുക്ക് നമ്മുടെ സാധ്യതകൾ അറിയാമായിരുന്നു. നമ്മുടെ മാർക്ക് ഇത്രയാണ്, 500 മാർക്കാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ പാടാണെങ്കിൽ കർണാടകത്തിൽ വേണമെന്നുള്ളവർക്ക് ചെയ്യാമായിരുന്നു. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളീയനായിട്ടുള്ളവരെല്ലാം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് മുകളിൽ MBBSന് ഫീസ് കൊടുത്തുകൊണ്ട് കർണാടകത്തിൻ്റെ സ്വകാര്യ മേഖലയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ KEയുടെ ആപ്ലിക്കേഷൻ ചെയ്യണം. അവർ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ടോ?
നീറ്റ് മാത്രം എഴുതിയാൽ മതി. കർണാടകത്തിൽ ഇപ്പോൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിൽ പരീക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ കർണാടകത്തിൽ അപേക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. കർണാടകത്തിൻ്റെ CET ഒന്നും എഴുതണ്ട, അപ്ലൈ ചെയ്ത് വെക്കണം. എന്നിട്ട് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ ആ റോൾ നമ്പരും ആ റിസൾട്ടും നമ്മൾ കർണാടകത്തിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ കർണാടകത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തവരുടെ ഒരു റാങ്ക് വരും. അപ്പം നമുക്കറിയാം അവിടുത്തെ സാധ്യത എന്താണെന്നറിയാം. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായി. ഗവൺമെൻറ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ട എന്നുള്ളതും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാർ ഇപ്പോൾ പറഞ്ഞത് കർണാടകത്തിന്റെ അല്ലെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഡീംഡ് കോളേജുകളിൽ ഇപ്പോൾ മണിപ്പാൽ പോലുള്ള ഡീംഡ് കോളേജുകളിലൊക്കെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഇപ്പം ഗവൺമെൻറ് മേഖലയിൽ അഡ്മിഷൻ കിട്ടുന്നവർ പോലും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജാണ് മണിപ്പാൽ പോലുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകൾ. ഇന്ത്യയുടെ നമുക്ക് മൊത്തം മെഡിക്കൽ കോളേജുകളുടെ 706 മെഡിക്കൽ കോളേജുകളുടെ ഒരു റാങ്കിങ് ഓർഡർ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 20-നകത്ത് അല്ലെങ്കിൽ അതിനു മുകളിൽ തന്നെയാണ് ആ ഒരു മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ സ്ഥാപനം. അതുപോലെ ധാരാളം മെഡിക്കൽ കോളേജുകൾ. ഇങ്ങനെയുള്ള ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഈ മുമ്പ് ഓൾ ഇന്ത്യ കോട്ട പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ KEയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അത് ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണ്. അത് നമുക്ക് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം MCCയുടെ വെബ്സൈറ്റ് വഴി നമ്മുടെ പ്രിഫറൻസ് ഓർഡർ കൊടുത്താൽ മതി. പക്ഷേ ഡീംഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം താരതമ്യ ഫീസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ മണിപ്പാലിൽ നമുക്ക് മണിപ്പാലിന് 2 ക്യാമ്പസ് ഉണ്ടെന്നറിയാം. ഏതാണ്ട് 530-500 മാർക്ക് റേഞ്ച് ഉള്ളവർക്കാണ് അവിടെ ഡീംഡ് കോളേജിൽ 18 ലക്ഷം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് MBBSന് പ്രവേശനം ലഭിച്ചത്. ബാക്കി NPOY, NIT, JSS, പ്രവര അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ഏതാണ്ട് 300 മാർക്ക് വരെ ഉള്ളവർക്കും ഒരു 20 ലക്ഷത്തിൻ്റെ റേഞ്ചിൽ MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ മനസ്സിൽ. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്കൊരു സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഓൾ ഇന്ത്യ തലത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. അതിനും ഈ KEയിൽ അപ്ലൈ ചെയ്യുകയേ വേണ്ട. അതാണ് ഡീംഡിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ കർണാടകത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിലെ കാത്തലിക് വിഭാഗത്തിന് മാത്രമായിട്ട് കിട്ടുന്ന സീറ്റുകളുണ്ട്. RC2 അല്ലെ RC8 എന്നൊക്കെ പറയും. അങ്ങനെ അതായത് എന്തിനാണ് സെൻറ്റ് ജോൺസിൽ പഠിക്കുന്നത്? എന്താണ് ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ 706 മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ഒരു 10 കോളേജുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് CMC വെല്ലൂരും സെൻറ്റ് ജോൺസും കാണാനായിട്ട് സാധിക്കും. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും അധികം അക്കാഡമിക് വൈസ് നല്ല ഡെപ്തിൽ നമുക്ക് MBBS എടുക്കാൻ സാധിക്കുന്ന കോളേജുകളുടെ ആ നിലവാരം അത്രയുണ്ട്. അപ്പം അങ്ങനെ ആ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ചും കാത്തലിക് വിഭാഗത്തിന് പ്രത്യേകിച്ചും ഏതാണ്ട് അവർക്ക് മാത്രമായിട്ട് 60ഓളം സീറ്റുകളുണ്ട്. അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കിപ്പം കഴിഞ്ഞ തവണ നമ്മൾ മാർക്ക് നോക്കിയാലോ അതും ഏതാണ്ട് 500 മാർക്ക് വരെ ഉള്ളവർക്ക് അവസാന ഘട്ടമായപ്പോഴേക്കും സെൻറ്റ് ജോൺസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കും കേരളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. അതേ ഫീസ് സ്ട്രക്ചറിൽ നമുക്ക് കർണാടകത്തിൽ, കാരണം സെൻറ്റ് ജോൺസ് ഫീസ് കുറവാണ്, കാരണം 8 ലക്ഷമേ ഉള്ളൂ. മറ്റേ അവിടുത്തെ ബാക്കിയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെൻറ്റ് ജോൺസിൽ മാത്രം ഫീസ് 8 ലക്ഷമേ വരുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ ഫീസിൻ്റെ അതേ ക്രമത്തിൽ നമുക്ക് അത് കിട്ടുവാണെങ്കിൽ കൂടുതൽ നല്ലതല്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേയധികം കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർ അവിടെ സമർപ്പിക്കാൻ പ്രത്യേക സർട്ടിഫിക്കറ്റുകളുണ്ട്. ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ വികാറിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, ബാപ്റ്റിസം വേണം. അങ്ങനെ നമുക്ക് അവിടെ മൈനോറിറ്റി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം. അവർക്ക് പ്രത്യേക പരീക്ഷയുണ്ടോ? ഒന്നുമില്ല. CETയോ ബൈബിൾ ടെസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ സെൻറ്റ് ജോൺസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പം മൈനോറിറ്റി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റുകളും കൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ കഴിഞ്ഞ തവണ കിട്ടി, നമ്മൾ പറഞ്ഞു ഏതാണ്ട് 610 മാർക്കാണ്, 23,000 റാങ്കിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പം നോർമലി നമുക്ക് ഫീസ് കുറഞ്ഞ മറ്റൊരു കോളേജുകളുടെ അഡ്മിഷൻ എല്ലാവരും നോക്കും. അതായത് അത്രയും കഠിനമായിട്ട് പഠിച്ചിട്ട് 1-2 മാർക്കിന് ഗവൺമെൻറ് ഫീസ് കിട്ടാതെ വരുന്നവർക്ക് തീർച്ചയായിട്ടും അവർ അടുത്ത ഓപ്ഷൻ എന്താ നോക്കുന്നത്? സ്വകാര്യ മേഖലയുടെ വലിയ ഫീസിലോട്ട് പോകാതെ ഇന്ത്യയിലെ ഏറ്റവും ഫീസ് കുറഞ്ഞ് ഇനി എവിടെ കിട്ടുമെന്നുള്ള ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടാകും. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ചെന്ന് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും കർണാടകത്തിൽ കഴിഞ്ഞതായിട്ട് പുതിയതായിട്ടൊരു കോളേജ് തുടങ്ങിയിട്ടുണ്ട്, ശ്രീ സായി മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കർണാടകത്തിലൊരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. അവിടെ 100 സീറ്റുകൾക്കും ₹1 പോലും ട്യൂഷൻ ഫീസ് ഇല്ല. പക്ഷേ MBBSും ഹൗസ് സർവൻസിനും ശേഷം 5 വർഷം ആ കോളേജിൽ ഒരു സേവനം അനുഷ്ഠിക്കണം എന്നുള്ള നിയമമുണ്ട്. അത് മാത്രം ചെയ്താൽ മതിയാകും, നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്കിങ് 25,000, 26,000, 27,000, അതായത് 600 മാർക്കിൻ്റെ റേഞ്ചിൽ നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് അത്.
അപ്പം നമുക്ക് തോന്നുന്നു നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ എങ്ങാനും കിട്ടാതെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു അഡ്മിഷൻ വേണം എന്നുള്ളവരും ഇപ്പോൾ KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും അതിനാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ, അതിന് വേണ്ടിയിട്ട് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, KEക്ക് ഏതൊക്കെയാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അതെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഒരു പ്ലാൻ ബി ആണ്. നീറ്റ് റിസൾട്ട് മെയ് 5-ാം തീയതി ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു പ്ലാൻ ബി നമ്മൾ നേരത്തെ എടുത്തു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു രീതിയിൽ മാത്രമാണ് കേരളീയൻ കർണാടകത്തിൻ്റെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനെ കാണേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏകീകൃത സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണ് വരുന്നതെങ്കിൽ പോലും എല്ലാ സൈറ്റുകളിലും അല്ലെ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ആഗ്രഹമുണ്ടോ അവിടെയൊക്കെ പ്രത്യേകം അപേക്ഷിക്കണമെന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ കേരള മെഡിക്കൽ മാർച്ചിൽ വിളിക്കും, അതിന് അപ്ലൈ ചെയ്യണം. അതിനുശേഷം CMC വെല്ലൂരിലോ അല്ലെ തമിഴ്നാട്ടിലെ മാനേജ്മെൻറ്റ് സീറ്റിനോ ആഗ്രഹമുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം. അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ളിടത്തെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അപ്പം അങ്ങനെ കർണാടകത്തിലൊരു അഡ്മിഷൻ വേണ്ടവരാണ് ഇപ്പോൾ KE വഴി ഈ മെഡിക്കൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. യാതൊരുവിധ പരീക്ഷകളും MBBS പ്രവേശനത്തിന് വേണ്ടിയിട്ടോ BDS പ്രവേശനത്തിന് വേണ്ടിയിട്ടോ യാതൊരു പരീക്ഷകളും എഴുതേണ്ടതായിട്ടില്ല. നീറ്റ് മാത്രം എഴുതിയാൽ മതി. കർണാടകത്തിൻ്റേതായിട്ടുള്ള പരീക്ഷ എഴുതണമെന്നില്ല, നീറ്റ് മാത്രം എഴുതിയാൽ മതിയാകും. പിന്നെ NRI സീറ്റ് ഇപ്പം JJ മെഡിക്കൽ കോളേജോ കെമ്പഗോഡിയോ ഫാദർ മുള്ളറോ അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിൽ NRI സീറ്റ് ആഗ്രഹമുള്ളവരും ഇപ്പോൾ കർണാടകത്തിൻ്റെ ഈ മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ശിവൻ സാർ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, മലയാളികളുടെ ഒരു സമൂഹത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ച ഒരു മേഖല എന്ന് പറയുന്നത് നഴ്സിംഗ്. തീർച്ചയായിട്ടും നമ്മളെ ഏത് കാലം മുതൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയല്ല, ഞങ്ങളെല്ലാം ബ്രില്യൻ്റ് ഒക്കെ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും എപ്പോഴും നമ്മൾ BSc നേഴ്സിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. പക്ഷേ നമുക്കറിയാം, നമുക്കിപ്പം പഠിക്കുന്നതിന് മുമ്പ് അല്ലെ മെയ് 5-ാം തീയതിക്ക് മുമ്പ് BSc നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് ഉൾക്കൊള്ളാനും ആവില്ല. കാരണം ഇവിടെ നമ്മൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ആ ഒരു ഇതിന് കൊടുക്കുന്ന സമൂഹം കൽപ്പിച്ച് നൽകിയിരിക്കുന്ന വില എന്ന് പറയുന്നത് അല്പം കുറവ് തന്നെ ആയിരിക്കാം. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ കാണുമ്പോൾ ജോലി ചെയ്യുന്നതും ഏറ്റവും അധികം സർവീസ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് BSc നേഴ്സിംഗ്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ മാലാഖമാരെന്ന് തന്നെ വിളിച്ചാണ് ഈ സമൂഹത്തിനെ അവർ രക്ഷിച്ചെടുത്തത്. എത്രയോ പേരുടെ കഥകൾ നമ്മൾ വായിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ ശരിയാണ്, നമ്മൾ സമൂഹത്തിൽ അവർക്ക് വേണ്ട റെമ്യൂണറേഷനോ വേണ്ട അംഗീകാരമോ നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ കേരളം പോലെയുള്ളൊരു മിഡിൽ ഫാമിലിയെ അങ്ങനെ ഒരു ഫാമിലിയെ ഇത്രയും പിടിച്ചു നിർത്തിയത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണം, അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും വിദേശങ്ങളിൽ പോയി ഇത്രയധികം കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന ഈ പൈസ കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്നത്. അപ്പം നമുക്ക് നമ്മുടെ 35, 40, 45 വയസ്സുകളിൽ ഏറ്റവും ഉയർന്ന ശമ്പളത്തോടു കൂടി ഏറ്റവും നല്ല ഒരു ഹൈ ലെവലിൽ ജീവിക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് BSc നേഴ്സിംഗ്. അതിന് കിട്ടുന്ന ഒരു അവസരം നമ്മൾ ഒരു കാരണവശാലും കളഞ്ഞു കുളിക്കരുത്. പ്രത്യേകിച്ചും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾ, ആ കുടുംബവും അവരുടെ തലമുറകളും രക്ഷപ്പെടുന്നൊരു മേഖലയാണ് BSc നേഴ്സിംഗ്. ഇപ്പം നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബാഗുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് BSc നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം എത്രത്തോളമാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഈ കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേയെങ്കിലും കുട്ടികൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ BSc നേഴ്സിങ്ങിന് പ്രവേശനം ലഭിക്കുകയുള്ളൂ. കർണാടകത്തിൻ്റേതായിട്ടുള്ള പരീക്ഷ എഴുതണം, തമിഴ്നാട്ടിൻ്റെ പരീക്ഷ എഴുതണം. മഹാരാഷ്ട്ര, ആന്ധ്ര, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ചാണ് അവിടെ BSc നേഴ്സിങ്ങിന് പ്രവേശനം ലഭിക്കുന്നത്. എയിംസിൻ്റെ BSc നേഴ്സിങ്ങിന് ജൂൺ 8-ാം തീയതി എയിംസിൻ്റേതായിട്ടുള്ള പരീക്ഷയാണ്. ജിപ്മർ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, RAK, മൗലാന, സഫർജംഗ് അതുപോലുള്ള കോളേജുകളിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൽ നിന്നാണ് BSc നേഴ്സിംഗ് പ്രവേശനം നേടുന്നത്. അപ്പം ഇതെല്ലാം നമ്മളുടെ മറ്റുള്ള ഓപ്ഷൻ പ്ലാൻ ബിന്നോ സിന്നോ ഡിന്നോ നമ്മുടെ പല ഓപ്ഷൻസ് എടുത്തു വെക്കുമ്പോൾ കുട്ടികൾ മനസ്സിൽ കണ്ടില്ലെങ്കിൽ പോലും അവരുടെ ഭാവിയെ കരുതി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സെക്യൂറായിട്ട് നമ്മുടെ കുട്ടികളെ വിടാൻ പറ്റുന്നൊരു മേഖലയാണിത്. ആ രീതിയിൽ ഇപ്പം കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ നമുക്ക് അവിടുത്തെ സ്വകാര്യ മേഖല, നമുക്കവിടെ ഗവൺമെൻറ് മേഖല തരില്ല, നമ്മൾ കേരളീയരല്ലേ. അപ്പോൾ അവിടുത്തെ സ്വകാര്യ മേഖലയിൽ നമുക്ക് BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ പരീക്ഷയുണ്ട്. ഏപ്രിൽ 18, 19 തീയതികളിലാണ് പരീക്ഷ. ബയോളജിയും
ഫിസിക്സും കെമിസ്ട്രിയുമാണ് സബ്ജക്റ്റ്. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പം ബെർലിനെ സംബന്ധിച്ചോളം ബെർലിനിലെ കുട്ടികൾ അത് കാണാപ്പാഠം പഠിച്ച് എത്രയോ തവണ പരീക്ഷകൾ എഴുതി പഠിച്ച് മനഃപ്പാഠമാക്കിയ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കർണാടകത്തിൽ BSc നേഴ്സിങ്ങിന് പ്രവേശനം വേണമെന്ന് ചെറുതായിട്ടെങ്കിലും നമുക്ക് ബാക്കി ഏത് അഡ്മിഷനും ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ കർണാടകത്തിൽ അപേക്ഷിക്കുകയും ഈ CET എക്സാം ഏപ്രിൽ 18-19 തീയതികളിൽ നടക്കുന്ന കർണാടക BSc നേഴ്സിങ്ങിൻ്റെ പരീക്ഷ എഴുതുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ പല പല പ്ലാനുകളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കർണാടകത്തിൽ BSc നേഴ്സിംഗ് ആഗ്രഹിക്കുന്നവരുടെയും ആപ്ലിക്കേഷൻ ഇപ്പോൾ KEയിൽ വിളിച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഫെബ്രുവരി 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പരീക്ഷ എഴുതി നമുക്ക് പിന്നെ മെയ് 5-ാം തീയതിയിലത്തെ നീറ്റിൻ്റെ റിസൾട്ടും എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മുടെ കുട്ടിയെ ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ എവിടെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അലോട്ട്മെൻറ്റൊക്കെ പിന്നീടേ ഉള്ളൂ, പരീക്ഷ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നീട് അഡ്മിഷൻ എടുക്കാം. സർ, അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളായ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒപ്പം എഞ്ചിനീയറിംഗും ഉണ്ട്. അതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ കിട്ടും. അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും അത് നമുക്ക് ഇപ്പോൾ നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നത് പോലെ അല്ലെ കേരളത്തിലെ മറ്റു വിഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ പുറത്തുള്ള ഒരു കുട്ടിക്കും അങ്ങനെയുള്ള സീറ്റുകളൊന്നും കൊടുക്കുകയില്ല. കർണാടകത്തിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ അല്ലെങ്കിൽ അതുപോലുള്ള ഏത് കോഴ്സുകളാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അവിടെ പ്രവേശനമില്ല. ഈ അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് രീതിയിലുള്ള അലോട്ട്മെൻറ്റുകളില്ല. എഞ്ചിനീയറിങ്ങിന് വേണ്ടവർക്കും കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിങ്ങിന് വേണ്ടവർക്കും ഇപ്പോഴല്ല അപ്ലൈ ചെയ്യേണ്ടത്. CET അല്ല അവർ എഴുതേണ്ടത്. അവർക്ക് കോമഡ്കെ എന്ന് പറഞ്ഞ വേറൊരു പരീക്ഷ വരും. കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ട്, കോമഡ്കെ. മെഡിക്കൽകാർക്ക് വേണ്ട. പണ്ട് 2015 വരെയൊക്കെ മെഡിക്കലിൻ്റെ അഡ്മിഷനും കോമഡ്കെ വഴിയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരൊന്നും കോമഡ്കെ എഴുതുകയോ അപ്ലൈ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. എന്നാൽ കർണാടകത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുന്ന ആഗ്രഹമുള്ളവർ ഇപ്പോൾ അപ്ലൈ ചെയ്യുകയോ CET എഴുതുകയോ ചെയ്യേണ്ട. പകരം കോമഡ്കെയുടെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിന് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും കേരളീയനായിട്ടുള്ള കുട്ടികൾക്കും കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിങ്ങിന് പ്രവേശനം കിട്ടും. പക്ഷേ അവിടെ ഈ ബാക്കി ഇപ്പം CETയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ, വെറ്റിനറി പോലുള്ള ഒന്നും നമുക്ക് കിട്ടുകയില്ല. ഇനി നമുക്ക് കർണാടകത്തിലെ ബാംഗ്ലൂരിലൊക്കെ ഉള്ള അഗ്രികൾച്ചറിൻ്റെ സീറ്റുകൾ അല്ലെങ്കിൽ വെറ്റിനറിയുടെ സീറ്റുകൾ എങ്ങനെ മേടിക്കാം, എങ്ങനെ ഗവൺമെൻറ് മേഖലയിൽ മേടിക്കാം? നമ്മൾ MBBSന് പറഞ്ഞതുപോലെ തന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ഉണ്ട്. എന്താണ് അടിസ്ഥാന യോഗ്യത? നീറ്റാണ്. നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ കോളേജുകൾ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. കർണാടകത്തിലെ അഗ്രികൾച്ചർ മേഖല നമുക്ക് എങ്ങനെ ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടും? നമ്മൾ എഴുതേണ്ട പരീക്ഷ CUET ആണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെ റാങ്ക് തയ്യാറാക്കും. അതനുസരിച്ച് നമുക്ക് കർണാടകത്തിലെ അഗ്രികൾച്ചറോ സെറികൾച്ചറോ ഹോർട്ടിക്കൾച്ചറോ ബയോടെക്നോളജിയോ കർണാടകത്തിലെ ഏത് യൂണിവേഴ്സിറ്റി, ICARൻ്റെ തന്നെ ബാംഗ്ലൂരുള്ള യൂണിവേഴ്സിറ്റിയാണ്, ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കുട്ടികൾ ധാരാളം പഠിക്കുന്നുണ്ട് അഗ്രികൾച്ചറിന് അവിടെ. അത് KE വഴിയല്ല, നമ്മളിപ്പോൾ കർണാടകത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. പകരം മാർച്ചിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET വിളിക്കും. മെയ് 5-ാം തീയതിക്ക് ശേഷമാണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തന്നെ എഴുതിയാൽ മതി. അപ്പോൾ എന്തുമാത്രം എളുപ്പമായിരിക്കും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ആ പരീക്ഷ എഴുതുന്നത്. പക്ഷേ നമുക്ക് മെയ് 5-ാം തീയതിയിലത്തെ റിസൾട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാർച്ച് മാസത്തിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ ഇംഗ്ലീഷോ ജനറൽ ടെസ്റ്റൊക്കെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സീറ്റുകൾ ധാരാളം കിട്ടും. അതുകൂടാതെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും കർണാടകത്തിലെ അഗ്രികൾച്ചർ പ്രവേശനം കിട്ടുകയും ചെയ്യും. അപ്പോൾ അഗ്രികൾച്ചറിന് കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ CUET ആണ് എഴുതേണ്ടത്. വെറ്റിനറിക്ക് കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും വെറ്റിനറി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതിയാകും. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളുടെ ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ വെറ്റിനറി ഒത്തിരി കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ. പക്ഷേ നീറ്റിന് അത്ര സ്കോർ കിട്ടില്ല. കാരണം ഒരു 500 മാർക്കെങ്കിലും കിട്ടിയാലേ നമുക്ക് ഓൾ ഇന്ത്യ വെറ്റിനറി വഴി എവിടെയെങ്കിലും പ്രവേശനം കിട്ടുകയുള്ളൂ.
മാനേജ്മെൻറ്റ് തലത്തിൽ സ്വകാര്യ മേഖലയിലോ മാനേജ്മെൻറ്റ് തലത്തിലൊക്കെ വെറ്റിനറി അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതാത് കോളേജുകളിലോ അല്ലെ അതാത് സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട് അപ്ലൈ ചെയ്യണം. തമിഴ്നാട്ടിലുണ്ട്, കാരണം ഒത്തിരി രൂപയാണ്, 8 ലക്ഷം 10 ലക്ഷമൊക്കെ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളിലുള്ള സ്വകാര്യ കോളേജുകൾ വേണേൽ ആ കോളേജുകളിലാണ് നേരിട്ട് വെറ്റിനറിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് +2 മാർക്കൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് നീറ്റ് വേണമെന്നൊന്നും യാതൊരു ഘടനയുമില്ല. ഗവൺമെൻറ് തലത്തിലുള്ള വെറ്റിനറി സീറ്റ് കിട്ടാനാണ് നീറ്റ് എക്സാം എഴുതുന്നത്. ശിവൻ സാറിന് ഒരുപാട് അറിവുകൾ പ്രതിപാദിച്ചതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാൻ ബി ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഇനിയുള്ള ആ ഒരു 4 മാസത്തോളം കാലം പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും അടക്കം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് മറുപടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരൻസ് ടെൻഷൻ അടിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ മെയ് 5 അതിനൊരു ജൂലൈ 15. കാരണം നമ്മുടെ കുട്ടികൾക്ക് റിയാലിറ്റിയായി എത്രയാണ് സ്കോർ കിട്ടിയിരിക്കുന്നത്. അപ്പം സ്വകാര്യ മേഖലയിൽ നമുക്കറിയാം വലിയ ഉയർന്ന ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണോ വേണ്ടയോ അതോ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ ഇപ്പം ICRൻ്റെ ബാംഗ്ലൂർ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ മറ്റെന്തിനാണ് ഇത്രയും വലിയ ഫീസ് കൊടുത്ത് ഈ മേഖലയിലോട്ട് പോകുന്നത്. അപ്പം അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പല ഓപ്ഷൻ വേണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ അപേക്ഷിച്ച് പല പല പ്ലാനുകൾ ഇവിടെ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ തന്നെ ഇങ്ങനെ പറയുന്നത്. കാരണം മുൻ എക്സ്പീരിയൻസിന് നമുക്ക് മനസ്സിലാകും. കാരണം നമുക്ക് കുട്ടികളുടെ ആ കണ്ണീര് കാണുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ധാരാളം സാധ്യതകൾ കിടക്കുക. 2028-30 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗ്രാജുവേഷനിലോട്ട് കയറാൻ പോകുന്നവരുടെ സുവർണ്ണ കാലഘട്ടമാണ്. ഏത് കോഴ്സ് പഠിച്ചാലും നമ്മളെപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നതാണ്, ഏത് കോഴ്സ് പഠിച്ചു എന്നുള്ളതിനെയൊക്കെ പ്രസക്തി മാറിയിട്ട് ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായി ജീവിക്കേണ്ട ഒരു സമയമാണ് ഇനി വരുന്നത്. അവരുടെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സർബ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായി എത്തിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം വളരെ വ്യക്തമായി കൃത്യമായി നമ്മുടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമെല്ലാം അതാത് സമയം ശിവൻ സാർ ഒപ്പം നിന്ന് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയുമായി നമ്മളൊരു പ്രോഗ്രാം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 8 മണിക്കാണ് പ്രോഗ്രാം നമ്മൾ എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകരാണ് അതിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലും നിരവധി കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾക്കെല്ലാം കൃത്യമായ മറുപടിയുമായി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ പോലെ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരവുമായി ശിവൻ സാർ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.